ഞങ്ങൾ ശക്തമായി പറയുന്നു ഇത് ഷിയാക്കൾ ഉണ്ടാക്കിയതാണ്, അത് നിങ്ങളും സമ്മതിക്കുന്നു. എന്നാൽ ഷിയാക്കൾ ഉണ്ടാക്കിയതല്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ ഷിയാക്കൾക്ക് മുമ്പ് ഇത് ലോകത്ത് ആചരിച്ച ഏതെങ്കിലും ഒരു അഹ്ലുസുന്നയിൽപ്പെട്ട ഒരു വ്യക്തിയുടെയോ ഒരു ഭരണാധികാരിയുടെയോ വല്ല ചരിത്രമോ വല്ല പേരുമോ പറയാമോ എന്ന് വെച്ചപ്പോൾ ആ ചോദ്യം കേൾക്കുക പോലും ചെയ്തില്ല. ആ നിലക്ക് അവർ അത് പൂർണ്ണമായും അവഗണിച്ചു പോവുകയാണ് ചെയ്തത്. അഥവാ ഷിയാക്കൾ തന്നെയാണ് ഉണ്ടാക്കിയത് എന്ന് ഒന്നുകൂടെ സ്ഥിരപ്പെടുന്നുവെന്നാണ്. ഇത് ആളുകൾക്ക് ബോധ്യപ്പെടും എന്ന് അവർക്ക് മുൻകൂട്ടി മനസ്സിലായതുകൊണ്ടാണ് ആ സദസ്സ് നോക്കിയാൽ നമുക്കറിയാം സാധാരണക്കാരായ ആളുകൾ വളരെ വിരളമായിരുന്നു. പ്രത്യേകമായി ഇതിനു വേണ്ടി കൊണ്ടു നടക്കുന്ന അവരുടെ ഇസ്തിഖാമയുടെ ആളുകളും അതിൻ്റെ പ്രത്യേക അനുയായികളും മാത്രമാണ് അവരുടെ സദസ്സിലുണ്ടായിരുന്നത്. അവർ ചോദിക്കുകയും നമ്മൾ ഉത്തരം പറയുകയും ചെയ്യുന്ന ആദ്യ സന്ദർഭത്തിൽ തികച്ചും മ്ലാനമായൊരു സദസ്സായിരുന്നു. ചെറുവാടി സംവാദം നമ്മളെല്ലാവരും കണ്ടതാണ്. ഇനി ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അത് ആദ്യാവസാനം കാണണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതിലെ ചോദ്യങ്ങൾ നമ്മൾ വളരെ പ്രസക്തമായ 10ഓളം ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞ എപ്പിസോഡിൽ. അതിൽ 3 ചോദ്യങ്ങൾ അവരുടെ ചോദ്യവും നമ്മുടെ ചോദ്യവും നമ്മളിവിടെ ചർച്ച ചെയ്തു. ഇനി അവർക്ക് ഉത്തരം കിട്ടാത്ത ബാക്കി 7ഓളം ചോദ്യങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും ചോദിച്ച ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ആ ചോദ്യങ്ങൾക്ക് നമ്മളെപ്പോഴും ഒരു മീറ്റിങ്ങും അതുപോലെ ചർച്ചയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ ഈ ചോദ്യങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ ഒരു ലക്ഷ്യവും മർമ്മവും ഉണ്ടാവുമല്ലോ, അതെന്താണെന്നൊന്ന് ഉസ്താദ് ഒന്ന് വിശദീകരിച്ചാൽ നന്നാവും. ചെറുവാടി സംവാദത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് ശേഷം വന്ന പ്രതികരണങ്ങൾ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. ഇപ്പോൾ ഒരു സംവാദത്തിൽ അമ്പേ പരാജയപ്പെടുകയും ഒരു ചോദ്യത്തിന് പോലും കൃത്യമായി ഉത്തരം പറയാതിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണ് സമസ്ത വിഭാഗത്തിനുണ്ടായതെന്നുള്ളത് ആദ്യം മുതൽ അവസാനം വരെ ആ സംവാദം വെറുതെ കാഷ്വലായിട്ട് വളരെ കൃത്യമായി ഒന്നും കാണണം, ഒന്ന് കാഷ്വലായിട്ട് നോക്കി കാണുന്നവനെ ബോധ്യപ്പെടുന്ന സംഗതിയാണ്. അതിനുശേഷം ഇറങ്ങിയിട്ടുള്ള സുപ്രഭാതമായാലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ആയാലും ഇപ്പോൾ അതിൽ പങ്കെടുത്ത ആളുകൾക്കുള്ള സ്വീകരണ പരിപാടികളായാലും എല്ലാം നമുക്ക് ബോധ്യപ്പെടുത്തി തരണം എന്താണെന്ന് വെച്ചാൽ സംവാദത്തിൽ ഏതായാലും ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. പിന്നെ ബാക്കിയുള്ള ആഘോഷങ്ങളിലൂടെ അത് എന്ത് ചെയ്യുക, എങ്ങനെയെങ്കിലും പരിഹരിച്ച് അത് സോൾവ് ചെയ്ത് പോകുക എന്നുള്ള ഒരു നിലവാരത്തിലാണ് ഇപ്പോൾ സംസ്ഥക്കാരുള്ളത്. യഥാർത്ഥത്തിൽ ഒരുപാട് പ്രിപ്പറേഷനിലൂടെയും വളരെയധികം ആലോചനകളിലൂടെയുമാണ് നമ്മളെ സംവാദത്തിൽ ഒരു 10 ചോദ്യങ്ങൾ അവിടെ നമ്മൾ ബോധപൂർവം ചോദിച്ചതാണ്. എന്തെങ്കിലും ചോദിച്ചു പോരുക എന്നുള്ള നിലക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ പിന്നെ ആ പരിപാടിയെ അഭിസംബോധന ചെയ്യുക എന്നുള്ള ലക്ഷ്യമായിരുന്നില്ല. ദിവസങ്ങളോളമുള്ള പ്രിപ്പറേഷനിൽ കൃത്യമായിട്ട് മുസ്ലിം ഉമ്മത്തിന് ഈ ഒരു മൗലിദാഘോഷം എന്ന അനാചാരത്തിൻ്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ ചോദ്യം ചോദിച്ചത്. അതിൽ നമ്മൾ ലക്ഷ്യം വെച്ചത് പ്രധാനമായും 4 കാര്യങ്ങളാണ്. അപ്പം അതിൽ ചർച്ചകളിലും അതേപോലെ തന്നെ സംവാദങ്ങളിലും ആദ്യം പങ്കെടുത്ത ആളെന്നുള്ള നിലക്ക് നമ്മൾ ലക്ഷ്യം വെച്ചത് എന്താണ്, ഈ മൗലിദാഘോഷം എന്നുള്ള പരിപാടി അത് അള്ളാഹിൻ്റെ റസൂലിന് പരിചയമില്ല. റസൂലിൻ്റെ കൂടെ ജീവിച്ച അള്ളാഹു സുബ്ഹാനഹു തആല പ്രത്യേകം തിരഞ്ഞെടുത്ത സ്വഹാബത്തിന് പരിചയമില്ല. പിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ഖൈറുന്നാസി ഖർനി എന്ന് പറഞ്ഞ് ആ സ്വഹാബത്തിനും ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും എന്ന് പറഞ്ഞില്ലേ, ആ സ്വഹാബത്തിന് ശേഷം വന്ന താബികൾക്കോ തബഉ താബികൾക്കോ പരിചയമില്ല എന്ന് നമുക്കതിവിടെ സ്ഥാപിക്കാൻ സാധിച്ചു. നമ്മുടെ ചോദ്യത്തിലൂടെയും സ്ഥാപിച്ചു. അവർ നമ്മളോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടും നമുക്കത് സ്ഥാപിക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ ഇസ്ലാമിക ലോകത്ത് 4 ഇമാമുകളായി പരിചയപ്പെടുത്തുന്ന ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്കോ ഇമാം അബൂ ഹനീഫക്കോ ഇമാം അഹ്മദ് ബിൻ അംബലിനോ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിക്കോ ഒന്നും ഇത് പരിചയമില്ല എന്നുള്ളത് സർവ്വസാധാരണക്കാരെ ബോധ്യപ്പെടുത്തലായിരുന്നു നമ്മുടെ ലക്ഷ്യം. ഇത് ആളുകൾക്ക് ബോധ്യപ്പെടും എന്ന് അവർക്ക് മുൻകൂട്ടി മനസ്സിലായതുകൊണ്ടാണ് ആ സദസ്സ് നോക്കിയാൽ നമുക്കറിയാം സാധാരണക്കാരായ ആളുകൾ വളരെ വിരളമായിരുന്നു. പ്രത്യേകമായി ഇതിനു വേണ്ടി കൊണ്ടു നടക്കുന്ന അവരുടെ ഇസ്തിഖാമയുടെ ആളുകളും അതിൻ്റെ പ്രത്യേക അനുയായികളും മാത്രമാണ് അവരുടെ സദസ്സിലുണ്ടായിരുന്നത്. അവർ ചോദിക്കുകയും നമ്മൾ ഉത്തരം പറയുകയും ചെയ്യുന്ന ആദ്യ സന്ദർഭത്തിൽ തികച്ചും മ്ലാനമായൊരു സദസ്സായിരുന്നു. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം അവർ പ്രത്യേക ട്രെയിനിങ്ങിലൂടെ ബഹളം ഉണ്ടാക്കാനും തക്ബീർ ചെല്ലാനും അസ്ഥാനത്ത് ചെല്ലാനൊക്കെ അവർ പരിശ്രമിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അവർക്ക് അവരുടെ വാദം സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ രണ്ടാമത്തെ നമ്മുടെ ലക്ഷ്യം ഇത് മുൻഗാമികൾക്ക് പരിചയമില്ലാത്തതാണ്. അതേപോലെ തന്നെ മൂന്നാമത് നമ്മൾ ലക്ഷ്യം വെച്ചത് ഇതൊരു ബിദ്അത്താണ്. മതത്തിൽ നല്ല ബിദ്അത്ത് എന്ന് പറയുന്ന ഒന്നില്ല.
ആ നല്ല വിധത്ത് എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ അത് ആർക്കും എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് നല്ലതാണെന്ന് ആർക്കും വാദിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു സംവിധാനമില്ല എന്ന് ബോധ്യപ്പെടുത്തലായിരുന്നു. ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അതിലേക്ക് നമ്മുടെ പ്രേക്ഷകരുടെയും ശ്രോതാക്കളുടെയും ശ്രദ്ധ ക്ഷണിക്കുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം, അബൂലഹബിന് പിന്നെ ഈ നരകത്തിൽ നിന്ന് കൂൾ ഡ്രിങ്ക്സ് കിട്ടുന്നു എന്നുള്ളത് അബൂലഹബ് അല്ലാത്ത ഏറ്റവും എല്ലാവരും പറഞ്ഞിട്ടുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടിയൊക്കെ ഏറെ എന്താണ്, ചിരി ഉളവാക്കുന്നതാണ്. പിന്നെ ഇമാം ബുഖാരി ഉദ്ധരിച്ചതിൽ അത് പറഞ്ഞത് അബൂലഹബാണെന്ന് പറയുമ്പോൾ അവരുടെ മറുപടി എന്താ, ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ടെന്നാ. മനസ്സിലായ? ഈ രൂപത്തിലുള്ളൊരു സംവിധാനമാണ് ആ ഒരു പിന്നെ സംവാദത്തിലുടനീളം നമുക്ക് കണ്ടത്. അതിൻ്റെ ഓരോ ചോദ്യങ്ങളെടുത്ത് പരിശോധിച്ചാലും അതിലവർ പറഞ്ഞ മറുപടി, അതിൽ നിന്ന് അവർ എങ്ങനെയൊക്കെ വഴുതി മാറാൻ ശ്രമിച്ചു എന്നുള്ളത് നമുക്ക് വീണ്ടും ഒന്നുകൂടി വിശകലനം ചെയ്ത് മനസ്സിലാക്കിയാൽ അമ്പേ പരാജയമായിരുന്നു. ഇനി ഇത്തരം ഒരു വിഷയത്തിൽ ഒരു സംവാദമേ ആവശ്യമില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും, തീർച്ചയാണ്. അല്ല, 3 ചോദ്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ എടുത്തു കഴിഞ്ഞു. ഇനി 4ാമത്തെ ചോദ്യത്തിലേക്കും അവിടെ നിന്ന് അങ്ങോട്ടുള്ള മറ്റ് ചോദ്യങ്ങളുമാണ്. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ നമ്മൾ കൊടുത്ത ഹെഡിങ്. അപ്പോൾ 4ാമത്തെ ചോദ്യം മുതൽ നമുക്ക് അങ്ങോട്ട് ചർച്ച ചെയ്യാം. സൂചിപ്പിച്ച പോലെ നമ്മൾ ഈ ഒരു 4-5 യാഥാർത്ഥ്യങ്ങൾ കേൾക്കുന്ന ഏത് സാധാരണക്കാരെയും ബോധ്യപ്പെടുത്തുന്ന ലക്ഷ്യത്തിലാണ് നമ്മുടെ വിഷയവതരണമാണെങ്കിലും നമ്മുടെ 10 ചോദ്യങ്ങളും നമ്മൾ അങ്ങനെയാണ് സെറ്റ് ചെയ്ത് ചോദിച്ചത്. വെറുതെ അപ്പോൾ വായിൽ വന്ന് എന്തെങ്കിലും ചോദിച്ചു പോയതല്ല. കഴിഞ്ഞ വർഷം പറഞ്ഞു 3 ചോദ്യം നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞു. ഇവർ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന കാര്യമായിരുന്നു. സുദീഖ് അള്ളാഹിനെ മൊഴിതെടുക്കാൻ പറഞ്ഞു, മഹത്തെ മൊഴിതെടുക്കാൻ പറഞ്ഞു, അതേപോലെ ഹസൻ ബസ്രി പറഞ്ഞു, മറൂഫുൽ ഖർഖി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് റബീഉൽ മാസം വന്നാൽ നാട് മുഴുവൻ ഫ്ലക്സും ബോർഡുകളും വെച്ചിരുന്നു. അതാണ് നമ്മൾ ചോദിച്ചത്, കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞത്. പക്ഷേ അങ്ങനെ ചോദ്യം കേട്ട ഭാവം പോലും മടിക്കാതെ തിരിഞ്ഞു പോയാണ് അവർ ചെയ്തത്. അതേപോലെ മുൻഗാമികൾക്ക് ആരെങ്കിലും പരിചയമുണ്ടോ, ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ, അതിനവർ ഉത്തരം പറഞ്ഞില്ല, പറയാൻ ശ്രമിക്കുക പോലും ചെയ്തിട്ടില്ല. അതേപോലെ അബൂലഹബിൻ്റെ വിഷയം നമ്മൾ പറഞ്ഞു. ഈ 3 നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞു. ഇതേപോലെ സ്ഥാപിക്കാൻ ശ്രമിച്ച മറ്റൊന്നായിരുന്നു ഷിയാക്കളാണ് തുടക്കമിട്ടത്. അത് ആവർത്തിച്ച് നമ്മൾ പറഞ്ഞു. നമ്മൾ വിഷയത്തിൽ പല പ്രാവശ്യം പറഞ്ഞു, ഓരോ ചോദ്യ സമയത്തും പറഞ്ഞു, ഉത്തര സമയത്തും പറഞ്ഞു. അത് ഒന്നും കൂടെ ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മൾ ചോദിച്ചു. ഞങ്ങൾ ശക്തമായി പറയുന്നു ഇത് ഷിയാക്കൾ ഉണ്ടാക്കിയതാണ്, അത് നിങ്ങളും സമ്മതിക്കുന്നു. എന്നാൽ ഷിയാക്കൾ ഉണ്ടാക്കിയതല്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ ഷിയാക്കൾക്ക് മുമ്പ് ഇത് ലോകത്ത് ആചരിച്ച ഏതെങ്കിലും ഒരു അഹ്ലുസുന്നയിൽപ്പെട്ട ഒരു വ്യക്തിയുടെയോ ഒരു ഭരണാധികാരിയുടെയോ വല്ല ചരിത്രമോ വല്ല പേരുമോ പറയാമോ എന്ന് വെച്ചപ്പോൾ ആ ചോദ്യം കേൾക്കുക പോലും ചെയ്തില്ല. ആ നിലക്ക് അവർ അത് പൂർണ്ണമായും അവഗണിച്ചു പോവുകയാണ് ചെയ്തത്. അഥവാ ഷിയാക്കൾ തന്നെയാണ് ഉണ്ടാക്കിയത് എന്ന് ഒന്നുകൂടെ സ്ഥിരപ്പെടുന്നുവെന്നർത്ഥം. മാത്രമല്ല അവരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ അവരുടെ ഗ്രന്ഥങ്ങളിൽ നമ്മൾ എടുത്തുദ്ധരിച്ചു, അത് പരാമർശിച്ചു. ഇതാ താരീഖ് അൽ-ഇഹ്തിഫാൽ ബി മൗലിദ് നബവി എന്ന കിതാബ് അവരുടെ ഗ്രന്ഥമാണ്. അതുപോലും എടുത്ത് പൊക്കിക്കൊണ്ടാണ് ചോദിച്ചത്. ഇതിൽ പറയുന്നുണ്ട് ഷിയാക്കളാണ് ആരംഭിച്ചത്, അല്ല എന്ന് വാദമുണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെ അല്ലെന്ന് പറയാൻ പോലും അവർ ശ്രമിച്ചില്ല. അതിലൊരു മുടന്തം ന്യായമാണ് പറഞ്ഞത്. അതെ, അത് ഷിയാക്കളാണ് ഇത് ആരംഭിച്ചതെന്ന് പറയുന്നത് ആരാണ്? ഖാദിയാനികളാണ്. അതുകൊണ്ട് അത് ഖാദിയാനികളുടെ വാദമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുടന്തം ന്യായത്തിലൂടെ മറുപടി പറയാൻ ശ്രമിച്ചു എന്നല്ലാതെ ആ ചോദ്യത്തിലേക്ക് വരാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അത് ഷിയാക്കളല്ലാന്നോ, അത് അഹ്ലുസുന്നയുടെ നിലപാടാണെന്നോ, സഹാബികൾ ചെയ്തിട്ടുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തു എന്ന് നിഅമത്തുൽ കുബറയിൽ ഉദ്ധരിച്ചിട്ടുകൊണ്ട് അവർ പറയുന്ന സംഗതി ഉണ്ടല്ലോ, അതൊരിക്കലും ചെയ്തിട്ടില്ല. നമ്മുടെ സംവാദത്തിൽ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ട് നിഅമത്തുൽ കുബറയിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് നമ്മുടെ പിന്നെ കൊടുവള്ളിയിലുള്ള ഒരു മുഖാമുഖത്തിൽ ഒരു മുസ്ലിയാർ വന്നല്ലോ. മുസ്ലിയാർ വന്നിട്ട് ആ നിഅമത്തുൽ കുബറയുടെ ഭാഗം ഉദ്ധരിച്ചു, അബ്ദുൽ അസീസ് സക്കാഫിയുടെ ആ പിന്നെ പുസ്തകത്തിൻ്റെ ഭാഗം. അപ്പോൾ നമ്മളത് അതിന് എവിടെയാണ് ഷാഫി റളിയല്ലാഹു അൻഹു ചെയ്തത്, ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ചെയ്തത് എന്ന് ചോദിച്ച് ആ ഗ്രന്ഥം ഉദ്ധരിക്കാൻ ആവശ്യപ്പെട്ടിട്ട് ഇന്നേ വരെ അത് കൊടുത്തിട്ടില്ല, ആ ഗ്രന്ഥം കാണിച്ചിട്ടുമില്ല. അപ്പം അതാണ് അതിൻ്റെ അവസ്ഥ. അതേപോലെ തന്നെ അടുത്ത ചോദ്യം ഇവരിപ്പോൾ സാധാരണ അടുത്ത ചോദ്യം നമ്മൾ ചോദിച്ചതായിരുന്നു. സാധാരണ തെളിവായി കൊണ്ടുവരുന്ന കാര്യമാണ് ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹൂ എന്ന സൂറത്ത് യൂനുസിലെ ആയത്തെടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കണമെന്ന് ഈ ആയത്ത് പറയുന്നു. നബി റഹ്മത്താണ്, അതുകൊണ്ട് ഈ റഹ്മത്തിലൂടെ സന്തോഷിക്കണം. ഈ ഒരു ആയത്ത് ഇത് തെളിവല്ലെന്ന് അവരെ ഒന്നുകൂടി ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈ ആയത്തിന് വ്യത്യസ്ത ചോദ്യം നമ്മൾ ഉണ്ടാക്കിയത്. ഒന്ന്, ഈ ആയത്ത് തെളിവാണ് എന്ന് പ്രാമാണികരായ ഏതെങ്കിലും മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ടോ? ഇതായിരുന്നു ഒരു ചോദ്യം. ഈ ആയത്തുമായി ബന്ധപ്പെട്ട് ഒരാളുടെ പേര് പോലും പറഞ്ഞില്ല. 2, ഇവിടെ ആയത്തിലെ പ്രയോഗം ഫല്യഫ്റഹു എന്ന് കൽപ്പനാക്രിയയാണ്.
അപ്പോൾ അറബി ഭാഷാ നിയമപ്രകാരം കൽപ്പനാക്രിയ പ്രയോഗിച്ചാൽ അത് വാജിബാണ്, നിർബന്ധമാണ് എന്നാണ്. ഈ വാജിബല്ല സുന്നത്താണെന്ന് പറയാനും കൽപ്പനാക്രിയ ഉപയോഗിക്കും, അനുവദനീയമാണെന്ന് പറയാനും കൽപ്പനാക്രിയ ഉപയോഗിക്കും. പക്ഷേ അത് സുന്നത്താണെന്നോ അനുവദനീയമാണ് എന്നോ അറിയിക്കുന്ന ഒരു സാഹചര്യ തെളിവ് അതിനെ കൂടെ അപ്പോൾ പ്രയോഗിക്കാറുണ്ട്. അങ്ങനെ പ്രയോഗിക്കാതെ വന്നാലൊക്കെ നിർബന്ധമാണ് എന്നർത്ഥമാണ്. അതെന്ന് രണ്ടാമത്തെ ചോദ്യം. ഈ ആയത്തിൽ പറഞ്ഞ ഫല്യഫ്രഹു എന്നുള്ളത് നിർബന്ധമാണ് എന്നാണ് ഞങ്ങളുടെ വാദം. ഇത് നബിദിനം ആഘോഷിക്കാൻ തെളിവാണെന്ന് നിങ്ങൾ വാദിക്കുന്നുവെങ്കിൽ അത് വാജിബാണോ നിർബന്ധമാണോ? നിർബന്ധമല്ല എന്നാണെങ്കിൽ ഇത് വാജിബല്ല, ഇത് സുന്നത്താണ് അല്ലെങ്കിൽ മുബാഹാണ് എന്ന് ഇതിൻ്റെ അർത്ഥം മാറ്റുന്ന കരീനത്ത് സാഹചര്യ തെളിവ് എന്താണ്? ഇതാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് ചോദിച്ച രണ്ടാമത്തെ ചോദ്യം. അതവർ ഒന്നും പറഞ്ഞില്ല, അങ്ങനെ ചോദ്യം കേൾക്കുക പോലും ചെയ്തില്ല എന്ന് പറഞ്ഞാലേക്കും ശരി. മൂന്നാമത് ഇതേ ആയത്ത് തെളിവാക്കിക്കൊണ്ട് നമുക്ക് എന്തുകൊണ്ട് ഈസാ നബിയുടെ ജന്മദിനം എന്ന് പറയപ്പെടുന്ന ക്രിസ്മസ് ആഘോഷിച്ചുകൂടാ? കാരണം ഈസാ നബി റഹ്മത്താണ്. ഖുർആനെ മറ്റൊരു ആയത്ത് വെച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു ഈസാ നബി റഹ്മത്താണ് എന്ന് സുത്ത് മറിയമിലെ വചനം ഉദ്ധരിച്ചു. റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കണമെന്ന് ഇപ്പുറത്ത് പറയുകയും ചെയ്യുന്നു. എങ്കിൽ ഈസാ നബി ആകുന്ന റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കാൻ അർത്ഥത്തിൽ ക്രിസ്മസ് ആഘോഷിക്കാമോ? ആഘോഷം എന്താ അതിൻ്റെ വിധി എന്ന് ചോദിച്ചിട്ട് അതും അവർ വെറുതെ ഒരു തമാശയാക്കി പോയി എന്നല്ലാതെ അതേക്കുറിച്ച് എന്തെങ്കിലും പരാമർശിക്കാൻ അവർ തയ്യാറായിട്ടില്ല എന്ന് വ്യക്തമായി ബോധ്യപ്പെടുന്ന കാര്യമാണ്. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ച മറ്റൊരു ചോദ്യമായിരുന്നു ഇതിൻ്റെ ഭാഗമായി ചൊല്ലുന്ന മാലകൾ, മൗലിദുകൾ, അതേപോലുള്ള പദ്യഗദ്യങ്ങൾ, ഇതിലൊക്കെ ധാരാളം അന്ധവിശ്വാസങ്ങൾ, കെട്ടുകഥകൾ, കള്ളക്കഥകൾ എല്ലാം സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇതൊന്നും അല്ലെല്ലാം ക്ലിയറാണ്, എല്ലാം ശരിയാണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ എന്ന് വിശകലനം മുതലേ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അവിടെ മുതലേ പറഞ്ഞു പോരുന്നുണ്ട്. പക്ഷെ അതേക്കുറിച്ച് ഒന്നും പരാമർശിക്കാൻ അവർ തയ്യാറായിട്ടില്ല. മറ്റൊന്ന് നല്ല വിധേയത്ത് എന്ന ഒന്ന് സൂചിപ്പിച്ചല്ലോ. മതത്തിൽ നല്ല വിധേയത്ത് എന്ന ഒന്നില്ല, ഭാഷാപരമായി ഉണ്ടാകും. നമ്മൾ വിശദമായ സംവാദത്തിൽ പറഞ്ഞു. അപ്പം ഇന്നലെ ഇല്ലാത്ത ഒരു പുതിയ നിർമ്മാണമോ ഒരു പുതിയ വീടോ പുതിയ റോഡോ പുതിയ പാലമോ എന്തു സാധനവും ഇന്നലെ ഇല്ലാത്തത് ഉണ്ടായി വന്നാൽ അതിന് അറബി ഭാഷ അതിന് ബിദ്അത്ത് എന്ന് പറയാം. അതിൽ നല്ലതും ചീത്തയും ഒക്കെ ഉണ്ടാവും. എന്നാൽ മതത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് നല്ല ബിദ്അത്ത് എന്ന ഒന്നില്ല. അത് ഉണ്ട് എന്ന് സ്ഥാപിക്കാനാണ് അവർ സമൂഹത്തിൽ ശ്രമിച്ചത്. നബിദിനാഘോഷം ആദ്യകാലത്തില്ല, അത് ബിദ്അത്താണ്, പിന്നീട് വന്നതാണ്, എന്നാലും നല്ലതാണ് എന്ന് സ്ഥാപിക്കാനായിരുന്നു അവരുടെ പരിശ്രമം. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ചോദ്യം ചോദിച്ചത്. മതത്തിൽ നല്ല ബിദ്അത്ത് എന്ന ഒന്നുണ്ട് എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു ഇമാമിനെ ഉദ്ധരണി കാണിക്കാമോ? കാരണം ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി വചനമടക്കം ഇവ സാധാരണ പറയാറുണ്ട് അത് ബിദ്അത്ത് ബിദ്അത്താനി എന്ന് പറഞ്ഞുകൊണ്ട്. അതൊക്കെ ഭാഷകളുടെ ബിദ്അത്തിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. എന്നാൽ മതപരമായ ബിദ്അത്തിനെ വേർതിരിക്കുന്ന അഹ്ലുസുന്നയുടെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ്റെ വല്ല ഉദ്ധരണിയും കാണിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ചോദിച്ചിരുന്നു. അത് മറുപടി കിട്ടിയില്ല. മറ്റൊന്ന് നബിദിനാഘോഷം ശിർക്കാണ് എന്ന് അവർ നമ്മുടെ പേരിൽ ഒരു വാദമായി വെച്ചു. എങ്കിൽ നിരുപാധികം ഒരു ആഘോഷം എന്ന നിലക്ക് ഇത് ശിർക്കാണ് എന്ന് മുജാഹിദുകൾ എവിടെയെങ്കിലും എഴുതി വെച്ചത് കാണിക്കാൻ പറ്റുമോ ചോദിച്ചിട്ട് അതിന് പോലും അവർ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടില്ല. ഇങ്ങനെ നമ്മൾ ചോദിച്ച 10 ചോദ്യങ്ങളും ഉത്തരം കിട്ടാതെ, അവർ ഉത്തരം പറയാൻ ശ്രമിക്കുക പോലും ചെയ്യാതെ അവർ പൂർണ്ണമായും അതിൽ നിന്ന് പിന്മാറിപ്പോയി എന്ന് ആ സംവാദം കേൾക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഈ 10ാമത്തെ ചോദ്യത്തിൽ നബിദിനാഘോഷം നിരുപാധികം ഷിർക്കാണെന്ന് നമ്മൾ എവിടെ വാദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉമർ മൗലവിയുടെ ഒരു ഉദ്ധരണി വായിച്ച് അവർ അപഹാസ്യരാകുകയാണ് ചെയ്തത്. അത് മുഴുവൻ വായിക്കാൻ അവർക്ക് സാധിച്ചതുമില്ല. ഉമർ മൗലവി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അത് നബിദിനാഘോഷം നിരുപാധികം നിർവഹിക്കുന്നതിനെ കുറിച്ചല്ല, അതിലുള്ള അള്ളാഹു അല്ലാത്തവരോടുള്ള വിളിച്ചു പ്രാർത്ഥനയും തേട്ടവും കാര്യങ്ങളും ആരോപത്തിലുള്ള പൊരുത്തം കാംക്ഷിക്കലൊക്കെ ആകുമ്പോഴാണ് അത് ഷിർക്കാകുക എന്നുള്ളത് വളരെ കൃത്യമായി ഉമർ മൗലവിയുടെ ഓർമ്മയുടെ തീരത്ത് പറഞ്ഞ പുസ്തകമൊക്കെ അവർ അടയാളം വെച്ച് കൊടുത്തിരുന്നു. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ നമ്മൾ ചോദിച്ചു, നിങ്ങൾക്ക് അങ്ങനെ മുജാഹിദുകൾ ഷിർക്കാണ്, നിരുപാധികം ഷിർക്കാണെന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ ഉദ്ധരിക്കണം. ആ ഉദ്ധരിക്കണം എന്ന് പറഞ്ഞിട്ട് അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കാൻ പോലും സാധിച്ചില്ല. മൊത്തത്തിൽ പറഞ്ഞാൽ ഈ സംവാദം പൂർണ്ണാർത്ഥത്തിൽ സമസ്ത വിഭാഗത്തിന് വലിയ ആഘാതമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, വലിയ പരാജയമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ പരാജയം മറച്ചു വെക്കുന്നതിനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചും അതേപോലെ തന്നെ ഇൻ്റർവ്യൂകളായിട്ടും ക്ലിപ്പുകളായിട്ടും അതേപോലെ തന്നെ ഈ ആദരിക്കലായിട്ടും സ്വീകരണ പരിപാടികളൊക്കെ ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു മെയിൻ്റനൻസ് പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ആളുകൾ കൂടുതൽ ഈ സംവാദം കാണാൻ കൂടുതൽ എന്താവും ഹേതുവാകും, എല്ലാവരും കാണട്ടെ എന്നാണ്. ഇപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു കഴിഞ്ഞു. ലക്ഷക്കണക്കിന് ആളുകൾ യൂട്യൂബിൽ അത് കണ്ടു. ഇപ്പോൾ തന്നെ ഒരാഴ്ച
ഏകദേശം കഴിഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞ 3-ാം തീയതിയാണ് സംഭവം കഴിഞ്ഞു, 10 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇത്തരം ആഘോഷ പരിപാടി അവർ ഇനിയും സംഘടിപ്പിക്കണം. അപ്പോഴാണ് അവിടെ ആളുകളിലേക്കാവോ അങ്ങനെ സംഭവം ഉണ്ടോ, അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും കൂടെ ആ ലിങ്ക് കയറി കാണാൻ കൂടി അവർ. നമുക്കിവിടെ അത് സംസാരിച്ച പണ്ഡിതന്മാരോട് ഏറ്റവും അവസാനമായ ഒരു നസീഹത്ത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ അവിടെ സംവാദത്തിൽ തന്നെ പറയണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ അവസാനം 10 മിനിറ്റിനുള്ളിൽ പിന്നെ അത് ഒതുക്കാൻ കഴിയാത്തത് കൊണ്ട് തൽക്കാലം മാറ്റിവെച്ചതായിരുന്നു. അവരൊക്കെ യഥാർത്ഥത്തിൽ കിതാബോധ്യവരാണ് എന്ന് ആളുകൾ വിചാരിക്കുന്നു. അവരൊക്കെ വലിയ വലിയ സ്ഥാപനങ്ങളിൽ പഠിച്ചു, വലിയ ബിരുദങ്ങൾ അവരുടെ പേരിൻ്റെ കൂടെ ചേർത്തി പറയുന്നുണ്ട്. ആ നിലക്ക് അവരൊക്കെ കിതാബുകളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അവരൊക്കെ ജീവിക്കുന്നത്. പക്ഷെ അവരൊക്കെ യഥാർത്ഥത്തിൽ പഠിക്കുന്നതും അവരുടെ ആയുസ് അവർ വിനിയോഗിക്കുന്നതും മുജാഹിദുകളെ തോൽപ്പിക്കുക എന്ന ഒരു വളരെ മിനിമം അജണ്ടയിൽ മാത്രമാണ്. അതിനെന്താ ചെയ്യാൻ പറ്റുക, അതിനെന്താണ് ആയുധം എടുക്കാൻ പറ്റുക എന്നതാണ് ഇത്തരം ആളുകളൊക്കെ പലപ്പോഴുമുള്ള ശ്രമങ്ങൾ. ശരിക്കും വളരെ പരിമിതമായ ആയുസ്സാണ് നമുക്കുള്ളത്. ഞാൻ അന്നത്തെ സംവാദത്തിൽ വിശാവതരണം ആരംഭിക്കുമ്പോൾ പറഞ്ഞു, 2014 കണ്ണൂർ ജില്ലയിൽ ഇതേ വിഷയത്തിൽ സംവാദം നടത്തിയപ്പോൾ അതിലുണ്ടായിരുന്ന ഒരു വ്യക്തി അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ വിശാവതരണം ആരംഭിച്ചത് തന്നെ. അതാണ് ഇപ്പോഴും ആവർത്തിച്ച് എന്നോടടക്കം അവരോടെല്ലാം പറയാനുള്ളത്. അവരൊക്കെ യഥാർത്ഥത്തിൽ ഈ ആളുകളെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇൽമ് തേടുക, കിതാബ് പഠിക്കുക എന്നതിനപ്പുറത്ത് ഒരു ഹക്ക് ബോധ്യപ്പെടാനും നമ്മുടെ പരലോകത്തിന് വേണ്ടിയും ഇത് പഠിക്കാൻ തയ്യാറാകണം. നമുക്ക് അമൽ ചെയ്യാൻ വേണ്ടി, ജീവിതത്തിൽ പാലിക്കുവാൻ വേണ്ടി, നമ്മുടെ പരലോകത്തിന് വേണ്ടി നമുക്ക് ഒരു കാര്യം പഠിക്കാം. അങ്ങനെ പഠിച്ചു വരുമ്പോൾ മുജാഹിദുകൾ അതിനെതിരാണോ? ഓക്കെ, നമുക്ക് എതിർക്കാം. അല്ലാതെ മുജാഹിദ് എതിർക്കാൻ വേണ്ടി മാത്രം ആയുസ് മാറ്റിവെക്കുക, അതിന് ട്രെയിനിങ്ങും പരിശീലനങ്ങളും അതുമായി മാത്രം പോവുക, അതിനപ്പുറത്ത് ഇതിനൊക്കെ യാഥാർത്ഥ്യങ്ങൾ ഒന്ന് അന്വേഷിക്കാൻ പോലും തയ്യാറാവാതിരിക്കുന്ന വലിയ നഷ്ടമാണല്ലോ. ദുനിയാവിലെ ജീവിതം ഒന്നേ ഉള്ളൂ. അത് എപ്പോൾ അവസാനിച്ചാലും പിന്നീട് തിരിച്ചു പിടിക്കാൻ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് അവിടെ സംസാരിച്ച ആളുകളോട് അടക്കം അതേപോലെ കേൾക്കുന്ന ഉസ്താദന്മാരോടും ആ വഴിയിൽ ഇനി മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഉസ്താദന്മാരോടും എന്നോട് തന്നെയും നമുക്ക് ഈ സമയത്ത് ഒരു നസീഹത്ത്, ഒരു ഗുണകാംക്ഷയുള്ളത്, ഒന്നാമത് നമ്മൾ പഠിക്കുന്ന നമുക്ക് വേണ്ടിയാണ്. പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് തൊലബുൽ ഇൽമ് തേടുക എന്നതിൻ്റെ അടിസ്ഥാന ഉദ്ദേശം റഫ് ഉൽ ജഹ്ലി അൻ നഫ്സിഹി വ അൻ ഗൈരിഹി, തൻ്റെ ജഹാലത്ത്, തൻ്റെ അറിവില്ലായ്മ ഇല്ലാതാക്കുക, മറ്റുള്ളവർക്ക് കൂടി അതേപോലെ അറിവില്ലായ്മ ഇല്ലാതാകാൻ ഇത് നിമിത്തമായി മാറുക, അമൽ ചെയ്യുക. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനം. അത് കഴിഞ്ഞിട്ടാണ് അത് പിന്നീടുള്ള വഴിയൊക്കെ ഉപയോഗപ്പെടുത്തലൊക്കെ. അപ്പോൾ ആ ഒരു തലത്തിലേക്കൊന്ന് മാറാൻ ശ്രമിക്കണമെന്ന് എന്നോടടക്കം ഈ സമയത്ത് സൂചിപ്പിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ഹക്ക് മനസ്സിലാക്കാനും ഹക്കിൻ്റെ കൂടെ സഞ്ചരിക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. ബറക്കല്ലാഹു. ഇവിടെ 3 വിഷയങ്ങൾ നമ്മൾ പ്രൂഫ് പോയിന്റിൽ ചർച്ച ചെയ്തു. തീർത്തും നസീഹത്തും മാത്രമാണ് ഈ ഒരു സമൂഹത്തിനോടുള്ളത്. അതോടൊപ്പം ഈ സമൂഹത്തെ നയിക്കുന്നവർ കൂടി ആ ഒരു വിഷയത്തിൽ ബോധവാന്മാരാകേണ്ടതുണ്ട് എന്ന ഉസ്താദിൻ്റെ അവസാനത്തെ സംസാരം ഇവിടെ പ്രസക്തമാകുന്നുണ്ട്. ഏതായാലും മുൻഗാമികൾ പറഞ്ഞു വച്ചതുപോലെ ബിദ്അത്തിൻ്റെ കക്ഷികൾക്ക് അവർ കൊണ്ടുവരുന്ന ബിദ്അത്തിൻ്റെ അതിനെ സ്ഥാപിക്കാൻ കൊണ്ടുവരുന്ന തെളിവ് തന്നെ അവർക്ക് മറുപടിയാണ് എന്ന രൂപത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ബിദ്അത്തുകാർ കൊണ്ടുവരുന്ന തെളിവുകളെ പരിശോധിച്ചാൽ തന്നെ ആ തെളിവിൻ്റെ അപ്പുറമോ ഇപ്പുറമോ അവർക്കതിനുള്ള മറുപടിയുണ്ട് എന്നത് തീർത്തും യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ബിദ്അത്തിനെ സ്ഥാപിക്കാൻ ഒരിക്കലും ഒരാൾക്കും സാധ്യമല്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ പൊളിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അള്ളാഹു ഈ ദീനിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്, അള്ളാഹു കരാറേറ്റതാണ്. അതുകൊണ്ട് തന്നെ ഈ ദീനിനെ അതിൻ്റെ തെളിമയാർന്ന മാർഗത്തിലൂടെ സ്വായക്തമാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഉൾക്കൊണ്ടുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങി ആ റബ്ബിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ ഈ ദുനിയാവും നാളെ പരലോകത്തും രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും എന്നത് വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനമാണ്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ ദീനിനെ മുറുകെ പിടിച്ച് അള്ളാഹുവും റസൂലും പഠിപ്പിച്ച മാർഗത്തിലൂടെ സഞ്ചരിച്ച് സിറാത്തുൽ മുസ്തഖീമിലൂടെ യാത്ര ചെയ്ത് നാളെ പരലോകത്തേക്ക് വിജയിക്കുന്ന കക്ഷികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും ഇതുപോലെയുള്ള വിഷയങ്ങൾ പ്രമാണബദ്ധമായി സമൂഹത്തെ ബോധവൽക്കരിക്കുവാനുള്ള തൗഫീക്ക് ഉസ്താദുമാർക്ക് പ്രത്യേകം നൽകട്ടെ എന്ന് ഈ ഒരു സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളും പ്രാർത്ഥിക്കണം. ഉസ്താദുമാർ വലിയ ഒരു ദൗത്യമാണ് ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അള്ളാഹു അവർക്ക് ആയുസ്സിൽ ബർക്കത്ത് നൽകി
കൂടുതൽ ഇൽമ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ ഒരു സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു പ്രൂഫ് പോയിൻറ്റിൻ്റെ ഈ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു ദൗത്യം ഇത് സമൂഹത്തിനെ കൃത്യമായി നേരായ മാർഗത്തിലേക്ക് എത്തിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണുള്ളത്. മറ്റൊരു ലക്ഷ്യവും സംഘടനാ താല്പര്യവുമില്ല എന്നതുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഒരു സെക്ഷൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.